പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്ന, നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവം നിങ്ങൾക്ക് ശ്രദ്ധിച്ചോ? ഇന്ന് പേരമ്പ്രയിൽ ദർസ് വിദ്യാർത്ഥികൾ അവർ ചുമരെഴുതാനും ഫ്ലക്സ് ഒട്ടിക്കാനും വേണ്ടിയിട്ട് പേരാമ്പ്രയിൽ ഇറങ്ങിയ സമയത്ത് വർഗീയവാദികളായ ചില ആളുകൾ ആ മക്കളെ ദ്രോഹിക്കുകയുണ്ടായി. പല ആളുകളും ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. വളരെ വേദനാജനകമായ ഒരു സംഭവമാണിത്. നമ്മുടെ നാട്ടിൽ വർഗീയത വളർന്നു വരുന്നതിൻ്റെ ഉദാഹരണമാണിത്. ഈ സംഭവം നടന്നതിന് ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നേയില്ല. മുഖ്യധാര മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങളിൽ മാത്രമാണ് ഈ വാർത്ത വന്നിട്ടുള്ളത്. മറ്റുള്ള മാധ്യമങ്ങൾ പോലും ഇത് അവഗണിക്കുകയാണ്. ഒരിക്കലും അവഗണിക്കേണ്ട ഒരു വിഷയമല്ലത്. ഈ വർഗീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആര് ചെയ്താലും, അത് ഹിന്ദു ആയിരിക്കട്ടെ, മുസ്ലിം ആയിരിക്കട്ടെ, ക്രിസ്ത്യാനായിരിക്കട്ടെ, ആര് വർഗീയത ചെയ്താലും ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അത് നമ്മുടെ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇലക്ഷൻ കഴിഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല, ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഇത് ശ്രദ്ധിക്കുന്നില്ല. കേരളത്തിലല്ല, ഇന്ത്യയിലൊട്ടാകെയുള്ള മുസ്ലിങ്ങളെല്ലാവരും സുരക്ഷിതരാണ് എന്ന് പറഞ്ഞ പല ആളുകളും ഉണ്ടായിരുന്നു. അവരൊന്നും ഈ വിഷയം വന്നപ്പോൾ കാണുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിൽ എല്ലാ മതക്കാരും നല്ല സൗഹാർദ്ദത്തോടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ വർഗീയത നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കണം. അതിന് ഗവൺമെൻറ് മുന്നിട്ടിറങ്ങണം. എനിക്ക് പ്രതീക്ഷയുള്ളത്, നമ്മുടെ ഇനി വരാനിരിക്കുന്ന മെയ് 4-ാം തീയതി റിസൾട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, UDF വരികയാണെന്നുണ്ടെങ്കിൽ, അതിൽ VD സതീശൻ നമ്മുടെ മുഖ്യമന്ത്രി ആവുകയുമാണ് എന്നുണ്ടെങ്കിൽ, അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളാണ് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, വർഗീയത ആര് പറഞ്ഞാലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ ഞാൻ കേൾപ്പിച്ചു തരാം. ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത്. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്ക് പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം. ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല. ഇതുപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വർഗീയത പറയുന്നവരുടെ മുഖം നോക്കാതെ, മതം നോക്കാതെ നടപടിയെടുക്കുന്ന ആളുകളാണ് നമ്മുടെ കേരളം ഭരിക്കേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം വർഗീയവാദികളുടെ കൊട്ടാരമായിരിക്കുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല.